അരുണാചൽ പ്രദേശിലെ നിർജുലി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിലായിട്ട് നിങ്ങൾക്ക് ഡിക്രോങ് റിവർ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. അതോടൊന്നിച്ച് തന്നെ കുറേ യുവജനങ്ങൾ ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നു. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള യുവജനങ്ങളാണ്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ഏബിൾ ഫിലിപ്പോസ് ഉണ്ട്, പാസ്റ്റർ ഒലിവിയ റൂത്ത് ഉണ്ട്. അവർ രണ്ടുപേരും ഈ യുവജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ നടന്ന യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് പെൻഡക്കോസ്റ്റൽ ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന യുവജന സമ്മേളനത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത്. ആ യുവജന സമ്മേളനത്തിന് ശേഷമാണ് ഈ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ എടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പെട്ടെന്ന് കഠിനമാകുന്ന മഴയുണ്ടായി, ഭയങ്കര മഴയുണ്ടായി. ആ ഭയങ്കര മഴ മാത്രമല്ല, മേഘസ്ഫോടനമുണ്ടായി. ചില സ്ഥലങ്ങളിൽ മേഘസ്ഫോടനമുണ്ടായി, ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി. ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്ന് 80 കിലോമീറ്റർ ദൂരെയുള്ള യാജുലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നെപ്കോ കോളനിയിൽ ഉണ്ടായിരുന്ന ചില വീടുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. 5 പേരോളം മരിക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കഠിനമാകുന്ന ചില ദിവസങ്ങളായിരുന്നു. ആരംഭ ദിവസങ്ങളിൽ ശക്തമാകുന്ന മഴയുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ഇന്ന് പൊതുവിൽ കാലാവസ്ഥയെല്ലാം മെച്ചമായിട്ടുണ്ട്. ഈ നദിയെ ഞങ്ങൾ വന്ന ദിവസം കരകവിഞ്ഞൊഴുകുകയായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ വരെയും വെള്ളമുണ്ടായിരുന്നു, അതേപോലെ കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. ഇവിടെ കടന്നു വന്ന് ഈ യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഉത്സാഹം, താല്പര്യം ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മാത്രമല്ല അതിന് നേതൃത്വം നൽകുന്നത് 20s-ലായിരിക്കുന്ന 2 പേരാണ്, പാസ്റ്റർ ഏബിൾ ആൻഡ് പാസ്റ്റർ ഒലിവിയ റൂത്ത്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഏബിൾ ഞങ്ങളുടെ ഫിലിപ്പോസ് പാസ്റ്ററുടെ മകനാണ്. അരുണാചലിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നാൽ ഒലിവിയ എറണാകുളത്ത് വന്നാണ്. എറണാകുളത്ത് ആയിരുന്ന വലിയൊരു ഉണർവിൻ്റെ നടുവിൽ നിന്ന് അവരുടെ വിവാഹശേഷം അവർ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. പാസ്റ്റർ ഏബിൾ തന്നെ ആരംഭത്തിൽ ചില കാര്യങ്ങൾ പറയും. ഇവിടെ നടക്കുന്ന ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന പരിശുദ്ധാത്മ ചലനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ദയവായി പറയുക. I think after 6 വർഷം കഴിഞ്ഞിട്ട് അങ്കിൾ യൂത്ത് ക്യാമ്പിന് 6 വർഷം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് it was a new experience, ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. So it was amazing. ഒത്തിരി പേർക്ക് they wanted to come. ഒരു 50-60 പേർക്ക് ഇത് വരാൻ ഒത്തില്ല. കാരണം 50 ആയിരിക്കില്ല, 100 പേർക്കോളം വരാൻ കഴിഞ്ഞു കാണത്തില്ല. കാരണം സെപ്പ സൈഡിൽ നിന്ന് വന്നില്ല, പാലിൻ, ഡാപ്പർജോ, സീറോ, നൊപ്പിൻ, ഈ ചർച്ചുകൾക്കൊന്നും വഴി മുറിഞ്ഞുപോയി. വെള്ളപ്പൊക്കം വന്ന് വഴി മുറിഞ്ഞുപോയി. അപ്പോൾ വെരി സാഡ് they couldn't come, but still they joined online. പകുതി വഴി വന്നിട്ട് they had to go back. But അപ്പോഴും everybody who came were so hungry and the atmosphere was charged. It was amazing. Yes. So ഒലിവിയയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ വന്ന് ഇപ്പോൾ 3 വർഷമായിട്ട് ഇവിടുത്തെ ശുശ്രൂഷകളിലാണ്. അപ്പോൾ എന്താ ഈ വലിയ വ്യത്യാസം കാണുന്നത് കേരളവും അരുണാചൽ പ്രദേശും തമ്മിൽ? കേരളം 2 വ്യത്യാസം നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര ഹാപ്പണിങ്ങാണ്. ഇവിടെ ഞാൻ ആദ്യം ഇവിടെ കല്യാണം കഴിച്ചു വന്നപ്പം ആൾക്കാരിങ്ങനെ ദൈവത്തിനെ ഇങ്ങനെ സ്വീകരിക്കുന്ന കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇവർ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഏബിൾ പറയില്ല, ഇപ്പോൾ പുതിയതായിട്ട് വന്നവരാ. ആദ്യത്തെ ദിവസം തന്നെ അവർ വരുന്ന ആഴ്ച തന്നെ അവർ ഫസ്റ്റ് സാറ്റർഡേ സർവീസിന് വരും. അവരപ്പം തന്നെ അന്യഭാഷ സംസാരിക്കും, പെട്ടെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര അമേസ്ഡ് ആയിപ്പോയി ഇവർ ഈ റിസീവ് ചെയ്യുന്ന രീതിയും അവരുടെ ഉള്ളിൽ ആ വചനം കയറുന്ന അവരുടെ ഹങ്കറും. പക്ഷെ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് ഭയങ്കര യൂസ് ടു ആയിപ്പോയി, ഭയങ്കര സാറ്റിസ്ഫൈഡ്. അതെ, ചെറുതായിട്ട് അതെ. അപ്പം നമ്മളങ്ങ് ദൈവത്തിനെ അങ്ങ് ആ ഒരു രീതിയിലാക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരങ്ങ് പുതിയ എന്താ ഇന്ന് നടക്കാൻ പോകുന്നത്, ഇന്നെന്താ നടക്കാൻ പോകുന്നത്. ഇവിടെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഭയങ്കര ആക്റ്റീവ് ആൻഡ് ഓപ്പൺ ആണ്. തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ്. ദൈവം ഈ പ്രിയപ്പെട്ടവരെ വളരെ ശക്തമായി തുടർന്ന് ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഇവിടെ നടക്കുന്ന ഈ ആത്മീക ചലനം വർദ്ധിക്കണം, വിശാലമാകണം. ഇപ്പോൾ 100 കണക്കിന് ഈ ചെറുപ്പക്കാരാണ് ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഇവിടെ അധ്വാനിക്കുന്നത്. നമുക്കിപ്പോൾ കുറച്ച് പേരെ കാണാൻ കഴിയുന്നുള്ളൂ. യൂത്ത് കോൺഫറൻസിന് ശേഷം മിക്കവരും മടക്കയാത്ര ആരംഭിച്ചു. ഇന്ന് ഞായറാഴ്ച, ഇന്നാണ് ഇവിടെ യൂത്ത് കോൺഫറൻസ് അവസാനിച്ചത്. അതിനുശേഷം മിക്കവരും മടക്കയാത്രയിലാണ്. ഇവിടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ വ്യത്യസ്തമാകുന്ന ഡിനോമിനേഷൻസിൽ നിന്നും വന്നിരിക്കുന്നവരാണ് അല്ലേ? ചില CRC ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമാകുന്ന സഭാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഈ യൂത്ത് കോൺഫറൻസിന് കടന്നു വരികയുണ്ടായി. सो आप कुछ बोलिए, आपका एक्सपीरियंस कैसा था ये यूथ कॉन्फ्रेंस में? It was such a good experience. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്.
And we really feel the power of Holy Ghost, ദൈവപരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കുകയുണ്ടായി. and it was worth it. വളരെ പ്രയോജനമായിരുന്നു, വിലപിടിപ്പുള്ളതായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ മോടെ പേര് നിങ്ങൾക്ക് അറിയാമോ? സാങ് ചോമു എന്നാണ്. എല്ലാ പേരുകളും വ്യത്യസ്തമാകുന്ന പേരുകളാണ്. ഇവിടെയുള്ള പേരുകൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന പേരുകളായിട്ട് തോന്നും. ഇത് സാങ് ചോമു. സാങ് ചോമു യഥാർത്ഥത്തിൽ തവാങ് ജില്ലയിൽ നിന്നാണ്. യു ആർ ഫ്രം തവാങ് ഡിസ്ട്രിക്റ്റ്. സോ വെസ്റ്റ് കാമിങ്, തവാങ് അല്ല, വെസ്റ്റ് കാമിങ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ബൊംഡീല, നിയർ ബൊംഡീല, അവിടെ നിന്നുള്ള ഒരു പ്രിയ മകളാണ് സാങ് ചോമു എന്ന് പറയുന്നത്. സോ സാങ് ചോമു, आपका एक्सपीरियंस कैसा था? सबसे पहले पिता परमेश्वर को धन्यवाद और കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. इसके बाद अंकल को भी धन्यवाद. ആമേൻ. അങ്കിളിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. अंकल का चैनल ऐसे ही बढ़ते जाना है. हर इंसान जो भी देख दे रहे वो सब्सक्राइब कर दीजिए अंकल को. ഈ ചാനലിനെ സാങ് ചോമു പിന്തുണയ്ക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. और इस बार का हमारा युवा रिवाइवल बहुत ही पावरफुल था. हमारे यहाँ पे इतना पावर, होली गोस्ट का पावर देखने को मिला है. हर कोई जितना भी आया, इट वाज जस्ट लाइक एन एक्स का चैप्टर में जैसे हुआ था 1:8 का जैसा. हर कोई गिरा हुआ था. सब मतलब आत्मा में इतना भूखा प्यासा, और सब पाकर कुछ जितना लोग आया है कोई भी खाली हाथ नहीं गया. ഈ യുവ റിവൈവൽ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ഈ യുവ റിവൈവൽ നടന്നത്. വന്ന ഒരു വ്യക്തി പോലും ശൂന്യമായി പോകുവാൻ ഇടവന്നില്ല. എല്ലാവരെയും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി സ്പർശിക്കുകയുണ്ടായി. हमारा गोद इतना अच्छा है कि हम लोग जो थोड़ा हमारे यहाँ चर्च का जो लोकल चर्च का यूथ्स लोग है, उन लोग मिलकर अभी नया जो हमारा भाई बहन आ रहे हैं उन लोगों के लिए भी हम लोग पहले से प्रार्थना करता था कि गॉड योर वन टच इज़ इनफ फॉर दियर ट्रांसफॉर्मेशन. उसी तरह हमने जैसे ही प्रार्थना किया है, अंकल एंटर होते ही द एटमॉस्फेयर ऑलरेडी जैसे हमारा वर्शिप लीडर हमारा पास्टर एबल पास्टर ओलिविया लोग वर्शिप कर रहे थे, उसी तरह जैसे ही अंकल भी एंटर होता है एटमॉस्फेयर चेंज हो जाता है. और सब लोग इतना भूखा प्यासा था कि रिसीप्टिव मोड में था, वो लोग रिसीव कर रहे हैं. और जैसे जैसे हम लोग प्रार्थना किया था अंकल आने से पहले कि चंगाई होना है, डिलीवरेंस होना है और मिरेकल्स होना है, उसी तरह हमको देखने को भी पाया है. और हर कोई बहुत ही खुशी है. कोई भी ऐसा निराशा दिल से नहीं जा रहे. हर कोई खुश है और हर कोई बहुत मतलब जैसे आया था ऐसे से डार्क ग्लो होकर जा रहा है. നമ്മുടെ കർത്താവ് വളരെ വളരെ നല്ലവനാകുന്നു, സ്നേഹസമ്പൂർണനാകുന്നു. അവിടുത്തെ വലിയ പ്രവർത്തികൾ ഞങ്ങൾക്ക് ഈ യുവ റിവൈവലിൽ കാണുവാൻ കഴിഞ്ഞു. ഈ യുവ റിവൈവലിൽ വർഷിപ്പ് ടീം വർഷിപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിശക്തമാകുന്ന ദൈവസാന്നിധ്യം, ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവസാന്നിധ്യം. അതുമാത്രമല്ല, ഞങ്ങൾ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിടുതലുകൾ നടക്കണം, രോഗശാന്തി നടക്കണം, അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കപ്പെടണം. അതേപോലെ തന്നെ ഈ യുവ റിവൈവലിൽ സംഭവിക്കുകയുണ്ടായി. വന്ന എല്ലാവരെയും സ്പർശിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. उसी तरह हर अभी जनरेशन जितना हम लोग जेनजिस या पेपी है, यूथ्स लोग है, अभी अल्फ़ा बेटा जैन लोग आ रहे हैं, उसी तरह उन लोग भी आगे आगे बढ़ते जाना है. अंकल लोग जैसे हम लोग लेकर चल रहा है और पास्टर हमारा एबल भैया लोग भी हम लोग को लेकर चल रहे हैं, उसी तरह हर जगह का मेरा एक डिज़ायर है, गॉड से प्रेयर है कि हर जगह का इंसान लोग, हर यूथ्स लोग ऐसे आगे बढ़ते जाना है, ट्रूथ को जाना है, बिकॉज द ट्रूथ विल सेट अस फ्री एंड लाइट विल गॉड का लाइट आएगा हमारे जीवन में और अच्छा बढ़ते बढ़ते जाएगा. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരിലും എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം എല്ലാവരും അറിയണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കുമല്ലോ. മാത്രമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം എല്ലാവരിലും വ്യാപരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പാസ്റ്റർ ഏബിൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞങ്ങളെ ശരിയായ ദിശയിലാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായിരിക്കുന്നതിനാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇതേപോലെ പരിവർത്തനമുണ്ടാകണം. സത്യത്താൽ എല്ലാവരും വിടുവിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം അത് ചെയ്യും. उसी तरह अभी धन्यवाद देना चाहेगा अंकल को और एक बार, और पिता परमेश्वर को इतना अच्छा मौका देने के. താങ്ക് യു സോ മച്ച്. ഇനി പലരും എല്ലാവരും മാറി നിൽക്കുകയാണ്. എംസീന കുछ बोलेगा? वाह या दिस इज एम सीना.
എംസിന ഈ ദിവസങ്ങളിൽ മുഴുവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചത് മുഖാന്തരമായിട്ട് ശബ്ദത്തിന് ശബ്ദം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല എന്നാലും. क्योंकि हम बहुत this was my first time in Yuva Revival. So, യൂത്ത് കോൺഫറൻസിൽ യുവ റിവൈവലിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. and I experienced so many new things. ഞാൻ അനേകം പുതിയ കാര്യങ്ങൾ ഈ യുവ റിവൈവലിലൂടെ അനുഭവിക്കുവാൻ ഇടവന്നു. Presence of God was immense from the first day itself. അസാധാരണമാകുന്ന അളവിലുള്ള ദൈവസാന്നിധ്യമായിരുന്നു ഒന്നാം ദിവസം മുതൽ. Usually कभी-कभी ऐसे भी हो जाता है कि first day में थोड़ा सा, but then this time സാധാരണഗതിയിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ മെല്ലെ മുന്നോട്ട് പോയി പിന്നീടാണല്ലോ ഉയർന്ന അളവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാറുള്ളത്. എന്നാൽ അതായിരുന്നില്ല ഈ മീറ്റിങ്ങിൽ ആരംഭ ദിവസം മുതൽ തന്നെ ദൈവസാന്നിധ്യം വളരെ ഉയർന്ന അളവിലായിരുന്നു. And we have learned so many new things. And also there were so many topics जो youths लोग को बहुत ज़्यादा ज़रूरी था, because कभी-कभी direct नहीं बोल सकते उसका, but then we were so grateful and so blessed that we got to learn those things. ഈ യുവജന സമ്മേളനത്തിലൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം തുറന്ന് പറയാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും തുറന്ന് പറഞ്ഞത് കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുവാൻ തക്കവണ്ണമുള്ള നിലയിൽ അത് ഞങ്ങൾക്ക് പ്രയോജനമായി തോന്നി. And also कि यहाँ पे the division नहीं था of the nominations. Everyone was together, so everyone was welcomed in here. So അത് മറ്റൊരു വലിയ അത്ഭുതമാണ്. ഇവിടെ എല്ലാ ഡിനോമിനേഷൻസിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ വന്നിരുന്നു. അങ്ങനൊരു തമ്മിൽ പെൻറ്റക്കോസ്റ്റൽസ് എന്നും CRC എന്നും ബാപ്റ്റിസ്റ്റും എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ ദൈവജനം കേൾക്കുവാൻ വേണ്ടി എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരും വന്നു എന്നത് അഭിനന്ദനാർഹമാകുന്നൊരു കാര്യമാകുന്നു. We experienced the unity in spirit as one body in Christ, and we were very, very blessed. ക്രിസ്തുവിൽ നമ്മൾ ഒരു ശരീരമാകുന്നു, പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒന്നാകുന്നു എന്നുള്ള സത്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഞങ്ങൾ അത് മുഖാന്തരം വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. And I believe that we are all going very blessed. I'm going very blessed from here. താങ്ക് യു. ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങിപ്പോകുന്നു. ഞാൻ വ്യക്തിപരമായി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങിപ്പോകുന്നു. സോ പാസ്റ്റർ ഏബിൾ, ഇങ്ങനെ ഇത് തുടക്കമാണല്ലോ, നിങ്ങൾക്കൊരു ലോങ് ജേണി ഉണ്ട്. ഞങ്ങൾ 34 വർഷം ആയിട്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അരുണാചൽ പ്രദേശിൽ ഞാൻ വന്നിട്ട് ഏകദേശം 29 വർഷം കഴിഞ്ഞ് 30 years ആകും. How was your experience, uncle? ഈ യുവ റിവൈവൽ വളരെ അത്ഭുതകരമാകുന്ന ഒരു അനുഭവമായിരുന്നു. ഇത് പുതിയ തലമുറ. ഞാൻ 2019 ലാസ്റ്റ് യൂത്ത് കോൺഫറൻസ് വന്നത്. അപ്പോൾ പാസ്റ്റർ ഫിലിപ്പോസ് അവറുകളായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. എനിക്കൊരു ട്രാൻസിഷൻ കാണാൻ കഴിഞ്ഞു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറ നേതൃത്വം ഏറ്റെടുക്കുന്നു. അടുത്ത തലമുറ നേതൃത്വം ഏറ്റെടുത്ത യുവ റിവൈവലിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് ആണ്. വളരെ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തലമുറയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് ഇവർ ഭയങ്കരമായിട്ട് മൾട്ടി ടാലൻറ്റഡാണ്. എനിക്ക് നോക്കുന്നുണ്ടെ പാസ്റ്റർ ഏബിൾ ഡ്രംസ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ കീബോർഡിലിരിക്കുന്നതാണ്, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഗിറ്റാർ വായിക്കുന്നതാണ്, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ മീഡിയയിലിരിക്കുന്നതാണ്, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതാണ്, കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ പുറകിലിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരാൾക്ക് തന്നെ ഇതെല്ലാം അറിയാൻ കഴിയുമോ? ഇതെല്ലാം അറിയാം. സൗണ്ട് അറിയാം, മീഡിയ അറിയാം, വീഡിയോ അറിയാം, ഗിറ്റാർ വായിക്കാൻ അറിയാം, കീബോർഡ് വായിക്കാൻ അറിയാം, ഡ്രംസ് വായിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, പ്രവചിക്കാൻ അറിയാം, രോഗികളെ സൗഖ്യമാക്കാൻ അറിയാം, പാടാൻ അറിയാം, വർഷിപ്പ് ലീഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇത് തന്നെയാണ് ഈ കുട്ടികളിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലക്കി എന്ന് പറയുന്ന എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുണ്ട്. അദ്ദേഹം നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഡ്രംസ് വായിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ നോക്കുമ്പോൾ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്യുവാൻ ഒരാളെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ എക്വിപ്പ് ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റ കാര്യം അറിയത്തുള്ളൂ, അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പറയാനല്ലാതെ വേറൊന്നും അറിയത്തില്ല. എനിക്ക് കീബോർഡിനെ കുറിച്ചുള്ള അതിൻ്റെ തിയറി പാർട്ട് അറിയാം. ഈ കാര്യങ്ങൾ ഞങ്ങളുടെ പഴയ തലമുറയിൽ ഞങ്ങൾക്ക് ഈ ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രാപ്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ഒരു വലിയ അത്ഭുതമാണ്. അതനുസരിച്ചുള്ള ഒരു തലമുറയാണ് ഒരുക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയ ടീമിനെയാണ് ഒരുക്കുന്നത്. അവർ വളരെ പ്രയർഫുള്ളാണ്, എപ്പോഴും ആത്മാവുമായിട്ട് വളരെയധികം കണക്റ്റഡാണ്, പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡാണ്, പരിശുദ്ധാത്മാവിനോട് വളരെ സെൻസിറ്റീവായിട്ട് ചലിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ കുട്ടികളെ
അവർ നയിക്കുന്നത്, ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവായിട്ട് ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരികയാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയുള്ളവരാണ് ഞങ്ങൾ. കഴിഞ്ഞ തലമുറയിൽ കണ്ടതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഈ തലമുറയിലൂടെ കാണുവാൻ പോകുന്നത്. ഇത് ലോകവ്യാപകമായി സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അരുണാചൽ പ്രദേശിൽ മാത്രമല്ല, ലോകവ്യാപകമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി പ്രാപ്തരാക്കുവാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ കണ്ടെത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബത്തെ കർത്താവ് അതിനുവേണ്ടി കണ്ടെത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. 20കളിലായിരിക്കുന്ന 20സിലായിരിക്കുന്ന ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നു. അതൊരു വലിയ അത്ഭുതമല്ലേ? ഞാനൊരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പ്ലീസ് പറയൂ ഓഡിയൻസിന്. സോ അങ്കിൾ കഴിഞ്ഞ പ്രാവശ്യം ജാനുവരിയിൽ വന്നപ്പം അങ്കിൾക്ക് സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിന് അങ്കിളെ വിളിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 60 യൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു മീറ്റിംഗ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ ആ സമയത്ത് വന്ന അങ്കിൾക്ക് അറിയാം ജാക്കിനെയും സാറേനെയും. അപ്പം ഇവർ സിസ്റ്റേഴ്സാണ്, ഇവർ സിസ്റ്റർ ബ്രദറാണ്. ഇവർ ഒരുമിച്ച് ഒരിക്കലും താമസിച്ചിട്ടില്ല. കൊച്ചുനാളിലോട്ട് അപ്പനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവരും കുഞ്ഞുനാളിലോട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വളർന്നത്. പക്ഷെ ചർച്ച് വന്നതിന് ശേഷം ദൈവത്തിൻ്റെ സ്നേഹം കിട്ടി, അവർ ഒരുമിച്ച് വന്നു. ഇവർ രണ്ടുപേരും ബാല്യകാലത്ത് പല സംഘർഷങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇവർക്ക് ചേട്ടൻ അനിയത്തിയാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഒരു കസിൻ ചേട്ടൻ ആണെന്നാണ് ഇവള് കൊച്ചിലോട്ട് വിചാരിച്ചിരുന്നത്. അപ്പം ഇവർ ഇങ്ങനെ ചർച്ചിൽ വന്നു. ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് ആദ്യം കിട്ടി. കാരണം അവരുടെ ജീവിതത്തിൽ കുറവ് സ്നേഹമായിരുന്നു. അപ്പം സ്നേഹം കിട്ടി, അവർ ചർച്ചിൽ വന്നു, വളരാൻ തുടങ്ങി. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ദൈവം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ മീഡിയയിലുണ്ട്, വർഷിപ്പിലുണ്ട്, അങ്ങനെ പല കാര്യത്തിൽ അവൻ എക്യുപ്പ് ആയിക്കൊണ്ടിരിക്കുക, ക്യാമറ കാര്യങ്ങൾ. അനിയത്തിയും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ജാനുവരിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവൾ ചുമ്മാ ഒരു പ്രാവശ്യം വില്ലേജിൽ പോയി, ബസ്തിയിൽ പോയി. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും വെറുതെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോയതാ. ഞാനിത് കാണുന്ന ആൾക്കാരെ എൻകറേജ്മെൻറ്റിന് വേണ്ടി പറയുക. അപ്പം ഗ്രാൻഡ് മദറിനെ കാണാൻ പോയി. അവിടെ ഇരുന്നപ്പോൾ ദൈവം ഓർപ്പിച്ചു അവളെ, ഞാനിവിടെ വെറുതെ വന്നതല്ല, എനിക്ക് എന്തോ ഞാൻ ഇവിടെ ചെയ്യണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു, ഭയ്യ ചേച്ചി ഞാനിവിടെ ഒരു ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞത് എന്ത് ചോദ്യം, നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ? അങ്ങനെ ആ 16 വയസ്സ് 16 ഇയേഴ്സ് റൈറ്റ്, 16 വയസ്സുള്ളൊരു കുട്ടി അവിടെ ഫെലോഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 7-8-9 പേര് വന്നു. അവരവിടെ ഒരു ചേർച്ചുണ്ട്, പക്ഷെ ഒറ്റ യൂത്ത്സും വരത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം ചുമ്മാ ഒരു പാട്ട് പാടി, ക്യാച്ച് ദ ഫയർ എന്ന പാട്ട്, അത് പാടാൻ തുടങ്ങി. ഒരിക്കലും ഹോളി സ്പിരിറ്റ് അറിയാത്ത ആൾക്കാർ ഹോളി സ്പിരിറ്റ് അഭിഷേകം പ്രാപിച്ച് അവളുടെ അടുത്ത് ദൈവം പറഞ്ഞു, നീ ഇപ്പം അവരുടെ മേത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. അവൾ ചുമ്മാ തോളത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു, അവർ അന്യഭാഷയും പ്രാപിച്ചു. അത്ഭുതകരം. അത് വളരെ അത്ഭുതകരമാകുന്ന കാര്യമാണ്. 16 വയസ്സുള്ളൊരു കുട്ടി കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ വന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചു, ദൈവസ്പർശനം അനുഭവിച്ചതിന് ശേഷം മടങ്ങി വില്ലേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വെറുതെ ഇരുന്നില്ല, തന്നിലുള്ളത് മറ്റുള്ളവരിലേക്ക് പകർന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അഭിഷേകം പ്രാപിച്ചു. ഇപ്പോഴവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലേ? മീറ്റിംഗ് അവൾക്ക് ഇങ്ങനെ ബേർഡൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബസ്സിനെ തിരിച്ച് സ്കൂൾ കാരണം വന്നു. പക്ഷെ ഞങ്ങളുടെ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അച്ഛാ ഭയ്യ അവിടെ എന്ത് ചെയ്യണം, ചേച്ചി അവിടെ എനിക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്, അവിടെ ഇനി ആൾക്കാരുണ്ട്. ഒരു 6-7 പേരുണ്ട്. ഇത് വളരെ അത്ഭുതകരവും ഉത്സാഹിപ്പിക്കുന്നതുമാകുന്ന ഒരു സാക്ഷ്യമാകുന്നു. ഇത് നമുക്കൊരു പ്രചോദനമായി തീരട്ടെ, കാണുന്ന നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ. നിങ്ങൾക്ക് ലഭിച്ചതിനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്, ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. അതിനാൽ ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ നിന്നുകൊണ്ട് യുവജനങ്ങളുമായി ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അത്യത്ഭുതകരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അരുണാചൽ പ്രദേശിലെ യുവജനങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഈ കേൾവിക്കാരുടെ മേലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ ഉണർത്തപ്പെടട്ടെ, കർത്താവിന് വേണ്ടി ധീരമായി നിൽക്കട്ടെ, അവരിലൂടെ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. സാറ വില്ലേജിൽ പോയി കഴിഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി സാറയിലൂടെ വില്ലേജിൽ സംഭവിച്ചു. സാറ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അങ്ങനെ തന്നെ ഈ കേൾക്കുന്ന യുവജനങ്ങളിലൂടെ സംഭവിക്കുവാൻ തക്കവണ്ണം അവരുടെ പേരൊരു തീ ഇപ്പോൾ വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പ്രക്ഷേപണം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിസരം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.
പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.